സിംബാബ്വേക്കെതിരായ ആദ്യ ടി20യിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ശുഭാരംഭം തേടിയിരുന്ന ഇന്ത്യൻ ടീം 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം തേടിയതോടുകൂടി പരമ്പരയിൽ 1-0 മുന്നിലെത്തുകയും ചെയ്തു. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കും. മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി തന്നെയായിരുന്നു. വെറും 19 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പ്രതീക്ഷയായി മാറിക്കഴിഞ്ഞു. നായകൻ ശ്രേയസ് അയ്യരും ഇഷൻ കിഷനും മികച്ച പിന്തുണ നൽകിയതോടുകൂടി ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ വിജയത്തിനിടെയും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയാണ് ശക്തമായി നടക്കുന്നത്. ലോകകപ്പിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജുവിനെ സിംബാബ്വെ പരമ്പരയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെക്കുറിച്ചാണ് ആരാധകർ വീണ്ടും ചോദ്യമുയർന്നത്. സെലക്ടർമാർ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തതല്ല, വിശ്രമം നൽകാനാണ് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുവതാരങ്ങൾക്ക് അവസരം നൽകാനായിരുന്നു ഈ പരമ്പരയുടെ പ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നു. യുവതാരങ്ങൾക്ക് അവസരം നൽകണമെങ്കിലും സഞ്ജു സാംസനെ പോലെയുള്ള ലോകകപ്പ് ഹീറോയെ ടീമിനൊപ്പം നിർത്താമായിരുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുമായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. അതേസമയം യുവതാരങ്ങളുടെ മികച്ച പ്രകടനം ഇന്ത്യൻ ഭാവിക്ക് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ചോദ്യം അടുത്ത മത്സരങ്ങളിൽ ഈ യുവതാരങ്ങൾ തന്നെ വീണ്ടും തിളങ്ങുമോ അതോ സഞ്ജു സാംസന്റെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഇനി വരും പരമ്പരകളിലേക്ക് സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് വൈഭവ് സൂര്യവംശിയെ മാറ്റി സഞ്ജുവിന് അവസരം നൽകുക പ്രയാസമാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ടി20 ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയെ മാറ്റി സഞ്ജുവിന് അവസരം കൊടുക്കാനുള്ള സാധ്യതകളും വിരളമാണ്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11 സ്ഥാനത്തേക്ക് ഇനി സഞ്ജുവിന് കടുത്ത മത്സരം തന്നെയായിരിക്കും നേരിടേണ്ടതായി വരിക.